ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജ്യൂസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പർപ്പിൾ കളറ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുകയാണ്. നമുക്ക് നല്ലൊരു ലൈറ്റ് കളർ മതി. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ ബോട്ടിലേക്കൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പർപ്പിൾ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ പിങ്കും വൈറ്റും കൂടെ ചേർത്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കാം. അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ, യെല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് നമ്മൾ ബേസ് കോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് സെക്കൻഡ് കോട്ട് കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ട് ഒരുപാട് തിക്കായിട്ട് ചെയ്തിട്ടില്ല, ലൈറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പെയിൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പോൾ ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സിമ്പിളായിട്ട് ഡിസൈൻസാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് പെയിൻറ്റ് വെച്ചിട്ട് ഫിംഗർ പെയിൻറ്റിങ് വഴിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമ്മളെ പോയിൻറ്റഡ് ഫിംഗറിലേക്ക് ഇതുപോലെ ബ്ലാക്കും വൈറ്റും പെയിൻറ്റ് രണ്ട് സൈഡിലോട്ടൊന്നും ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളത് ഇതുപോലെ ബോട്ടിലേക്ക് ചെറിയൊരു ആർച്ച് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ഇത് വെച്ച് കൊടുക്കുക. അപ്പം ആ ബ്ലാക്ക് കളറാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു വൈറ്റ് വരും. പിന്നെ നമ്മളിത് ഇതുപോലെ ആ റെഡിലും വൈറ്റിലും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു റോസ് പൂവൊക്കെ പോലെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലായിട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പിന്നെ ആ ഒരു എൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് വേറൊരു പുറത്തോട്ടായിട്ട് ഇങ്ങനെ വേറെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ അത്രക്കൊരു പെർഫെക്ഷനായിട്ട് തോന്നില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഒരു നല്ലൊരു പെറ്റൽ പോലെ തന്നെ കിട്ടും. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഫ്ലവർ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തന്നെ ആദ്യം ബ്ലാക്കിൽ ഡിപ്പ് ചെയ്തു, ജസ്റ്റ് ഒരു ആർച്ച് പോലെ വരച്ചെടുത്തു. പിന്നെ നമ്മൾ വൈറ്റിൽ. അപ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു കളർ ശരിക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ഒരു പെയിൻറ്റിൽ ഡിപ്പ് ചെയ്താൽ മതി. നമുക്കിത് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. നമുക്കിതിന് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതിനനുസരിച്ച് ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വന്നോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈസിനനുസരിച്ച് നമുക്ക് എത്ര ഫ്ലവറാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 ഫ്ലവർ ചെയ്യുന്നുണ്ട്. 1-2 വലുതും പിന്നെ ചെറുതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ബോട്ടിലിൻ്റെ സൈസ് നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ബോട്ടിലേക്ക് ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലാക്കും വൈറ്റ് കളറിൽ അധികം അങ്ങനെ ഫ്ലവേഴ്സൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്തപ്പം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പർപ്പിൾ കളറിലേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ ആ ഒരു കളറ്. അപ്പോൾ അതാണ് ഞാൻ ബേസ് കോട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കണം, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടി ഒരു ഭംഗി, ഒരു അട്രാക്ഷനൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ലീവ്സും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാപ്പ് ഗ്രീനും അതുപോലെ ലെമൺ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് സിമ്പിളായിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഫിംഗേഴ്സ് വെച്ചിട്ടും ലീവ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഷേപ്പായിട്ടുള്ള ലീവ്സ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചില ലീവ്സ് സാപ്രീന് മാത്രം വെച്ച് ചെയ്യുന്നുണ്ട്, ചിലത് നമ്മൾ ലെമൺ യെല്ലോ വെച്ചിട്ടും. പിന്നെ ചില സമയത്ത് നമ്മൾ രണ്ട് പെയിൻറ്റിലും കൂടെ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ലീഫിന് രണ്ട് കളറും കൂടെ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇനിയിപ്പോൾ ലീഫിൻ്റെ ആ ഒരു കൊച്ചിങ്ങനെ സ്റ്റെമ്മ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെമ്മായിട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല, 2-3 ലീവ്സായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ 1-2 ഡോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ലൈന് പോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ലെമൺ യെല്ലോയും സാപ്രീനും വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ ആദ്യം റെഡ് കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് പൂമ്പൊടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ കിട്ടാനായിട്ടും. പക്ഷേ ആ ഒരു റെഡ് വെച്ച് ചെയ്തപ്പോൾ അത്രക്കൊരു ഭംഗി തോന്നില്ല. പിന്നെ ഞാൻ ലെമൺ യെല്ലോ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ലാന്ന് തോന്നിട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പം ഞാൻ കുറച്ചുകൂടി ഒരു ബ്ലാക്കും വൈറ്റും മാത്രം അത്രക്കൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല ഒരു ഫ്ലവറിന്. അപ്പോൾ അത് കുറച്ചൊരു എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പിന്നെ ഞാൻ ഇനിയിപ്പോൾ മായ്ക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏതായാലും അവിടെ യെല്ലോ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ചെയ്യാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ജൂട്ടോടും കൂടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഇങ്ങനെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബോട്ടിലിന് നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയും സിമ്പിളായിട്ട് ഒരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗർ പെയിൻറ്റിങ് വഴി നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ സാധാരണ റെഡ് വൈറ്റ് യെല്ലോ ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ബ്ലാക്കും വൈറ്റും വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്തിടാം.